പ്രിയപ്പെട്ട വെള്ളിക്കോത്തിന് സ്നേഹ നമസ്കാരം. ഈ വൈകിയ വേളയിൽ എല്ലാവരും നാടകം കാണാനുള്ള ആകാംക്ഷയിലിരിക്കുന്ന ഈ സമയത്ത് കൂടുതൽ സംസാരിക്കുന്നത് തീരെ ഉചിതമല്ല. അങ്ങനെ സംസാരിക്കുന്നതിനോട് ഏറ്റവും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന ഒരാൾ കൂടിയാണ് പ്രശാന്ത് നാരായണൻ. എങ്കിലും പ്രശാന്തേട്ടന് അക്കാദമി അവാർഡ് അടക്കം, ശക്തി പുരസ്കാരമടക്കം, കളക്കാട് പുരസ്കാരമടക്കം ധാരാളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ പുരസ്കാരങ്ങൾക്കൊക്കെ എത്രയോ 1000 ഇരട്ടി സന്തോഷിക്കുന്നത് ഈ നിമിഷത്തിലായിരിക്കും അദ്ദേഹം എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. 2 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഒരു യാത്ര ഞാൻ നടത്തുകയാണ്. വെള്ളിക്കോത്ത് വരണമെന്നുള്ളത് എൻ്റെ ഏറ്റവും ശക്തമായ തീരുമാനമായിരുന്നു. പക്ഷെ തീരുമാനം എൻ്റേതായിരുന്നുവെങ്കിലും അതിൻ്റെ ആഗ്രഹവും എന്നെ എഴുന്നേൽപ്പിച്ച് ഇവിടേക്ക് വിട്ടതും പ്രശാന്ത് നാരായണൻ എന്ന ആ മഹാപ്രതിഭയുടെ ഊർജം, കലയിലുള്ള ആവേശം, ജീവിതം കൊണ്ട് നാടകം അല്ലെങ്കിൽ നാടകം കൊണ്ട് ജീവിതം, അതിനുവേണ്ടി മാത്രം ഒഴിഞ്ഞുവെച്ച ആ ജീവിതത്തിന്റെ ഊർജപ്രവാഹമായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാരണം 2 ആഴ്ച മുമ്പ് വീണ്ടും വീണ് എൻ്റെ കാലിൽ പ്ലാസ്റ്റർ ഇട്ടിട്ട് ആ പ്ലാസ്റ്റർ ഇന്നലെ അഴിച്ച് ആ കാല് കൊണ്ട് ഒരു നീര് പോലും വയ്ക്കാതെ എനിക്ക് ഇവിടം വരെ 10 മണിക്കൂർ ട്രെയിനിൽ ഇരുന്ന് യാത്ര ചെയ്ത് വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒന്നിച്ച് വരാൻ ഞങ്ങൾ ഇരുന്നതാണ്. 19ാമത്തെ വയസ്സിൽ ഇവിടെ തൊപ്പിക്കാരൻ നാടകം ചെയ്യാൻ വന്നത് മുതൽ 51 വയസ്സിൽ ഈ ജീവിതം ഉപേക്ഷിച്ചു പോകും വരെയും വെള്ളിക്കോത്തിനെ എത്രമാത്രം നെഞ്ചേറ്റിയിരുന്നു എന്നുള്ള ഒരുപാട് സാഹചര്യങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം എപ്പോൾ തിരിച്ച് വീണ്ടും മടങ്ങി വരണം എന്ന് തോന്നുന്ന ഒരിടമായി വെള്ളിക്കോത്തിനെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പിയുടെ വീട്ടിൽ താമസിച്ച കാലങ്ങള് കുപ്പായം വാങ്ങിക്കൊടുത്ത ഒരു തുണിക്കട ഇവിടെ ഉണ്ടായിരുന്നു. ആളിന്റെ പേര് എനിക്ക് ശ്രീധരൻ ചേട്ടനോ മറ്റുമാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇവിടുത്തെ കാറ്റിനെ, പൂവിനെ, പുല്ലിനെ, ആൾക്കാരെ, അവരുടെ സ്നേഹത്തെ, ചേർത്തുപിടുത്തത്തെ, അനിഷ്ടങ്ങളെ, അങ്ങനെ എല്ലാത്തിനെയും സ്നേഹത്തോടു കൂടി എപ്പോഴും നെഞ്ചേറ്റി എപ്പോഴും ഓർത്ത് വെച്ചിരുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വെള്ളിക്കോത്തിനെ കുറിച്ച് പറയാതിരുന്നിട്ടില്ല. 3 ഇടങ്ങളിലാണ് എന്നെ കൂടെ കൊണ്ടുപോകാമെന്ന് ഏട്ടൻ വാക്ക് പാലിക്കാതിരുന്നത്. ദുബൈയിൽ ഷാർജ ബുക്ക് ഫെയറിൽ പോലും എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് അവിടെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ പോലും എന്നെ കൊണ്ടുപോയി. പക്ഷെ ഞങ്ങൾക്ക് ഒന്നിച്ചു വരാൻ പറ്റാതിരുന്ന 3 ഇടങ്ങളിലൊന്ന് വെള്ളിക്കോത്താണ്. പിന്നെ ഏട്ടൻ ഹയർ സെക്കൻഡറി പഠിച്ച, കഥകളിയൊക്കെ പഠിച്ച ഇരിങ്ങോല ഗ്രാമം, പെരുമ്പാവൂര്, 3ാമത് മൂകാംബിക ക്ഷേത്രം. ഞാൻ വയ്യാതെ കിടന്ന സമയത്തും ഈ 3 ഇടങ്ങളിലേക്കും ഉറപ്പായും നീ എണീക്കും, നീ നടക്കും, നമ്മൾ ഒന്നിച്ചു പോകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആ യാത്രകളൊക്കെ എന്നെ തനിയെ ഏൽപ്പിച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ നിമിഷം ഇത് ഏറ്റുവാങ്ങാനുള്ള നിയോഗത്തിന് വേണ്ടി എന്നെ എണീറ്റ് നടത്തിയിട്ട് എവിടെയോ മറിഞ്ഞിരുന്ന് നോക്കിച്ചിരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഒരു നാടകം സംവിധാനം ചെയ്ത് അരങ്ങിലേക്ക് കയറ്റിവിട്ട ആക്ടേഴ്സിനെ കൈ പിടിച്ച് അരങ്ങിലേക്ക് കയറ്റിവിട്ടിട്ട് ഒരു സിഗരറ്റും കൊളുത്തി വെളിയിൽ എവിടെയോ മാറി നിന്നത് കാണാനുള്ള ശക്തിയില്ലാതെ നിൽക്കുന്ന പോലെ എവിടെയോ മാറി നിന്നൊരു സിഗരറ്റിന് തീ കൊളുത്തിയിട്ടുണ്ടാവാം, എന്നിട്ടൊരു ചായ കുടിക്കുന്നുണ്ടാവാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു വിശ്വാസമാണ് എന്നെ എണീറ്റ് നടത്തുന്നത്. അതുമാത്രമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇനിയും മുന്നോട്ട് നടക്കാനുള്ള ഊർജവും. പ്രശാന്ത് നാരായണന്റെ ഓർമ്മകളെ സാംസ്കാരിക ലോകത്ത് ശക്തമായി നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് വയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി ചെയ്യാനുള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇനി എഴുന്നേറ്റ് നടക്കേണ്ടിയിരുന്നില്ലല്ലോ. ഒരാത്മാവും 2 ശരീരവുമായി എത്രയോ വർഷങ്ങളോളം ലോകം മുഴുവൻ കൈപിടിച്ച് നടന്നിട്ട് പെട്ടെന്നൊരു ദിവസം ഞാൻ തളർന്നു വീണ് കിടക്കുമ്പോൾ ഉപേക്ഷിച്ച് പോയതുപോലെ എവിടെ പോയി മറഞ്ഞു എന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോഴും തേടാറുണ്ട്. എപ്പോഴും അരികിൽ ആ ഫോൺ എൻ്റെ അടുത്ത് ഉണ്ട്. അവിടെ ആ ഫോണിൽ ഏതെങ്കിലും ഒരു നിമിഷം ആ ഫോണിൽ നിന്നൊരു മെസ്സേജ് എനിക്ക് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കാറുണ്ട്. കാരണം ഒരു ദിവസം അരികിലില്ലെങ്കിൽ അതിനിടയിൽ 25 തവണ എന്നെ വിളിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഗുഡ് മോർണിംഗ് മുതൽ രാത്രിയിൽ എപ്പോൾ കണ്ണടയ്ക്കുന്ന ആ സമയത്ത് ഗുഡ് നൈറ്റ് പറയാതെ ഒരു
ഒരു രാത്രി പോലും ഉറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഇത്രയേറെ ഒരു മനുഷ്യായുസ്സിലൊരു മനുഷ്യന് നൽകാവുന്നതിൻ്റെ എത്രയോ 1000 മടങ്ങ് സ്നേഹം കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് നൽകിയിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ കാത്തിരിക്കുകയാണ്, ഒന്നുകിൽ എനിക്ക് അവിടെ എത്തിച്ചേരണം, അല്ലെങ്കിൽ തിരികെ വരണം. ഇതിനപ്പുറം മറ്റൊന്നും എൻ്റെ മുന്നിൽ ഇനി ബാക്കിയില്ല. വെള്ളിക്കോത്തിനോട് എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടാണ്. കാരണം ഈ ഒരു പുരസ്കാരത്തോളം വലുതായി പ്രശാന്ത് നാരായണനും മറ്റൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് വ്യക്തമായി അറിയാം. ഇത് വാങ്ങാനുള്ള അവസരം എനിക്ക് നൽകിയ നെഹ്റു ബാലവേദി, സാംസ്കാരിക സർഗവേദി, അതുപോലെ പ്രശാന്ത് നാരായണനെ പോലെ മഹാപ്രതിഭയായിരുന്ന, ബഹുമുഖ പ്രതിഭയായിരുന്ന വിദ്വാൻ യുടെ പേരിലുള്ള പുരസ്കാരം, പ്രഥമ പുരസ്കാരം പ്രശാന്ത് നാരായണന് നൽകിയ നെഹ്റു ബാലവേദിയോടുള്ള തീർത്താൽ തീരാത്ത കടപ്പാട്, അതിന് പിന്നിൽ പ്രവർത്തിച്ചവരോടുള്ള കടപ്പാട്, ഇതിന് സഹായം നൽകിയ ദുബൈ കമ്മിറ്റിയോടുള്ള കടപ്പാട്, പ്രശാന്തേട്ടനെ കുറിച്ചും നാടകത്തെക്കുറിച്ചും ഏറ്റവും ഭംഗിയായി ഇവിടെ പറഞ്ഞ് അവതരിപ്പിച്ച ബാലകൃഷ്ണ സാറ്, ഡോക്ടർ ശ്രീജിത്ത്, പനയാൽ മാഷ്, അങ്ങനെ എല്ലാവരോടും എൻ്റെ ഓർമ്മകളെ എപ്പോഴും പ്രശാന്ത് നാരായണനും ചുറ്റും മാത്രമല്ലാതെ മാറ്റി നിർത്താൻ കഴിയാത്ത അത്രയേറെ പ്രതിഭാലോകം നമുക്ക് ചുറ്റും സമ്മാനിച്ചിട്ട് കടന്നുപോയ ആ മഹാപ്രതിഭ ഓരോരുത്തരെയും സ്നേഹിച്ച് എല്ലാവരെയും ഈ പ്രപഞ്ചത്തെ ഡോക്ടർ ശ്രീജിത്ത് പറഞ്ഞതുപോലെ സകല കൊടിത്തുമ്പിനെ പോലും സ്നേഹിച്ചിട്ടും എല്ലാവരെയും ചേർത്ത് പിടിച്ച് ആരടുത്തു കൂടുന്നോ അവരുടേത് മാത്രമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള നിഷ്കളങ്കമായ സ്നേഹം